നമസ്കാരം. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സായ രജിതയെ അധിക്ഷേപിച്ച് സമൂഹ മാധ്യമത്തിൽ കമന്റിട്ട റവന്യൂ ഉദ്യോഗസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണിപ്പോൾ. ഈ വിവരമാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്നത്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് താലൂക്കിലെ ജൂനിയർ സൂപ്രണ്ട് എ പവിത്രനെയാണ് ഹോസ്ദുർഗ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ സസ്പെൻഡ് ചെയ്തതായി രാവിലെ റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചിരുന്നു. ഹീനമായ നടപടിയാണ് ഡെപ്യൂട്ടി തഹസിൽദാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും അദ്ദേഹത്തിന്റെ കമന്റ് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടി സ്വീകരിച്ചതെന്നുമാണ് മന്ത്രി അറിയിച്ചത്. ആനന്ദാശ്രമം എന്ന പ്രൊഫൈലിൽ നിന്നും ഇയാൾ അധിക്ഷേപ കമന്റുകൾ ഇട്ടത്. തൊഴിൽപരമായും ജാതീയമായും അധിക്ഷേപിച്ചുള്ളതായിരുന്നു കമന്റ്. കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് വിദേശത്തേക്ക് പോയതുകൊണ്ടാണ് രഞ്ജിത അപകടത്തിൽ മരിച്ചതെന്നാണ് ഇയാൾ അധിക്ഷേപിച്ചത്. രഞ്ജിതയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചെഴുതിയ മറ്റൊരു പോസ്റ്റിന് താഴെ ഇനിയും കൂടുതൽ ഉയരങ്ങളിൽ എത്തട്ടെ എന്നും ഇയാൾ കമന്റ് ചെയ്തിരുന്നു. ഇയാളുടെ കമന്റുകൾക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. നിരവധി പേർ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ടാഗ് ചെയ്ത് ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ ഇയാൾ കമന്റുകൾ പിൻവലിക്കുകയും മാപ്പപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ഇയാളുടെ സ്ഥിരം കലാപരിപാടിയാണ് ഇതെന്ന് തെളിയിക്കുന്ന ചില നിർണായക തെളിവുകളും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്നറിയാത്ത വ്യക്തിയാണ് പവിത്രൻ എന്നത് ഇപ്പോൾ വ്യക്തമാണ്. അതേസമയം കേരളത്തിലെ ഒരു നായർ സ്ത്രീ മരിച്ചു. കേരളത്തിലെ സർക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് ഒരാളുടെ അവസരം കളഞ്ഞു. UK പോയതാണ്. ഒന്നും തോന്നില്ലെന്നായിരുന്നു പവിത്രന്റെ വാക്കുകൾ. മുൻപ് RDO നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ PP ദിവ്യയെ പിന്തുണച്ചും ന്യായീകരിച്ചും ഇയാൾ പോസ്റ്റ് ഇട്ടിരുന്നു. അതേസമയം വിമാനാപകടത്തിൽ മരിച്ച തിരുവല്ല പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ സഹോദരൻ DNA പരിശോധനയ്ക്കായി ഇന്ന് അഹമ്മദാബാദിലേക്ക് തിരിക്കും. മൃതദേഹം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ സാഹചര്യത്തിലാണ് DNA പരിശോധന. രഞ്ജിത ബ്രിട്ടനിലെ പോർട്സ് മൗത്തിലുള്ള ആശുപത്രിയിലാണ് ജോലി ചെയ്തിരുന്നത്. ദീർഘകാലം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത ശേഷം 1 വർഷം മുൻപാണ് രഞ്ജിത ലണ്ടനിലേക്ക് ജോലിക്കായി പോയത്. മക്കളുടെ ഭാവി, അർബുദ രോഗിയായ അമ്മയുടെ സംരക്ഷണം, നിർമ്മാണം നടന്നുവരുന്ന പുതിയ വീടിന്റെ പൂർത്തീകരണമെല്ലാം ബാക്കി വെച്ചാണ് രഞ്ജിത മടങ്ങിയത്. മസ്കറ്റിൽ രഞ്ജിതയുടെ അമ്മയും 2 മക്കളും ഒപ്പമുണ്ടായിരുന്നു. കുട്ടികൾ മസ്കറ്റിലെ ഇന്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. UK പോകുന്നതിന്റെ ഭാഗമായാണ് രഞ്ജിത മക്കളെയും അമ്മയും നാട്ടിലേക്ക് കൊണ്ടുവന്നത്. മക്കളെ നാട്ടിലെ സ്കൂളിൽ ചേർക്കുകയും ചെയ്തു. കൂടാതെ ഇതിനു മുൻപും ഇയാൾ പല സ്ത്രീകളോടും മോശമായി പെരുമാറിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന പല ചാറ്റ് സ്ക്രീൻഷോട്ടുകളും ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. പെൺകുട്ടികളോട് അശ്ലീല ചൊവ്വയോടുകൂടെ മാത്രമാണ് ഇയാൾ സംസാരിച്ചതെന്നത് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.